ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോ നിങ്ങളെ നാട്ടിലുണ്ട ഈ സാധനം മുറിയൂട്ടി എന്ന് പറയും. മുറിയൂട്ടി എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ അടിഭാഗത്ത് കണ്ടില്ലേ ഇങ്ങനെ റോസ് കളറിലാണ്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ കളറാണ് കേട്ടാ. പക്ഷെ ഇത് സംഭവം പൊള്ളിയാണ് കേട്ടാ. കാരണം നമ്മുടെ കുട്ടികൾക്കോ ഞമ്മക്ക് ആർക്കെങ്കിലും ഒക്കെ മുറിവൊക്കെ കൈമ കത്തിയട്ടിട്ടോ വീണിട്ടോ ഒക്കെ മുറിവൊക്കെ ഉണ്ടായി ചോര ഇങ്ങനെ ഒഴിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ നീര് കൊണ്ട് ഉറ്റിച്ചു കൊടുത്താ സ്വിച്ചിട്ട പോലെ നിൽക്കും. ചോര വരലൊക്കെ അടിപൊളിയാണ് കേട്ടാ. എന്റെ അച്ചുട്ടിയൊക്കെ ഇടക്കിടക്ക് വീണിട്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടൊക്കെ വരും. അപ്പൊ സ്റ്റിച്ച് നമ്മൾ തുന്നാനുള്ള സ്റ്റിച്ച് ഉണ്ടാവും. പക്ഷെ ആ സ്റ്റിച്ച് ഉണ്ടെങ്കിലും നമ്മൾ 2-3 നേരം ഒറ്റ വട്ടം ഒറ്റിക്കുമ്പോഴത്തേന് ആ ചോര അടാണ്ട് ഓഫാവും. സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. സംഭവം പൊള്ളിയാണിത്. ഇതിന്റെ നീര് ഇതിങ്ങനെ ഞെക്കി ഞാൻ കാണിച്ചു തരാം. അവിടെ ഞങ്ങളെ മുറ്റത്ത് നിറയെ ഉണ്ട് കേട്ടോ സംഭവം. എന്താ അങ്ങനെ അതിന്റെ മുറിവൊക്കെ ഉണ്ടായാലേ പെട്ടെന്ന് നന്നായിട്ടൊക്കെ മുറിവൊക്കെ ഇങ്ങനെ ചോരൊക്കെ ഇങ്ങനെ ഒഴിച്ചാണെന്നുണ്ടെങ്കിലേ ഇതിങ്ങനെ 2-3 ഇല എടുക്കുക. ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, സ്റ്റിച്ച് ഇടൊന്നും വേണ്ട. സംഭവം അടിപൊളിയാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഞെരടി കൊടുക്കട്ടെ കയ്യേറ്റ്. അപ്പൊ നന്നായിട്ട് തന്നെ കയ്യേറ്റ് ഇങ്ങനെ ഞെരടി കൊടുക്കുക. അപ്പൊ ഞെരടി കൊടുക്കുമ്പോ ഒരു ചുവന്നര കണ്ടില്ല, കയ്യേറ്റ് കിട്ടണില്ല റബ്ബ്. അപ്പൊ ചില നേരത്തെ പീഞ്ഞാ കിട്ടൂലട്ടാ. അത് കണ്ടില്ല. അപ്പൊ ഇതിന് നമ്മൾ പീയുമ്പോ കണ്ടില്ല വയലറ്റ് കളർ കണ്ട ഈ സാധനം, ഈ നീര് നമ്മള് മുറിമക്ക് നല്ല സ്റ്റിച്ചിടണ മുറി വരെ 2 ഇറ്റികൾ ഇറ്റിച്ച് അവിടെ നിൽക്കും. പിന്നെ മുറിയൊക്കെ ചോർന്ന് വരും. മുറിയൊക്കെ കുഴിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കൂടി കിട്ടും. ഒരു 2-3 ദിവസം ചെയ്താൽ മതി. സംഭവം പൊളിയാണ്. ഇങ്ങനെ അവിടെ ഉണ്ടത് ഇതിന് എന്താ പേര് പറയാന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടാ.